ഹായ്, പുതിയൊരു വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ച് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിനാണ്. ആ കാര്യം എല്ലാവരും തന്നെ ഇവരുടെ ലീഡർ അടക്കം സമ്മതിച്ച കാര്യവുമാണ്. പക്ഷേങ്കിൽ അവർക്ക് അതുകൊണ്ട് തന്നെയാണ്, ഇത് മണി ചെയിൻ ആയതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കോടതിയിൽ നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടും അതിനൊന്നും വാദിക്കാനോ ജയിക്കാനോ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് മണി ചെയിൻ അല്ല എന്നും ഇതിനെ ന്യായീകരിക്കാൻ വെള്ളം പൂശാനും വേണ്ടിയിട്ട് ധൈര്യം കാണിച്ച ഒറ്റൊരു വ്യക്തി മാത്രമേ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് മെൽബിൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം ഇതിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം കമൻറ്റ് ചെയ്യുന്നവരെയൊക്കെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഇതുവരെ പിടിച്ചു നിന്നിരുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹം ഒരു പാഴ്ശ്രമം തന്നെ പറയാം, പാഴ്ശ്രമം നടത്തി മണി ചെയിൻ എന്താണ്, MLM എന്താണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ്ശ്രമമാണ് ഇദ്ദേഹം ഇന്ന് നടത്തിയത്. പക്ഷേ അതിൽ പറഞ്ഞു വന്ന് അവസാനം ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ഈ കമ്പനി പ്രോഫിറ്റ് കൊടുത്തത് എന്നതിനെ ഇദ്ദേഹം 2 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം, ആ ഒരു ഘട്ടം എത്തുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് വേറൊരു വീഡിയോയിലൂടെ പറയാമെന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പോലും എങ്ങനെയാണ് ഈ കമ്പനി മണി ചെയിൻ അല്ലാതെ വേറെ എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പം നിരവധി കമൻറ്റുകളാണ് ഈ 6 മാസമായിട്ട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ കേട്ട് സഹിച്ചു പോയ ആൾക്കാർ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നല്ല രീതിയിലുള്ള കമൻറ്റുകളാണ് അത്തരം വീഡിയോകൾക്ക് കീഴെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം എല്ലാ വീഡിയോകളുടെയും കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ട് ഓടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഹൈറിച്ച് ഓളികളോടും പറയാനുള്ളത്. ഒരു ദിവസം നിങ്ങൾക്ക് ബോധ്യമാവും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആദ്യകാല വീഡിയോകളിലൊക്കെ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ലവ് ചിഹ്നങ്ങളും ജയ് ഹൈറിച്ചുകളും വിളിച്ച ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം പണം തിരികെ കിട്ടുക എന്നതാണ്. പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ ഇവർ പിന്തിരിപ്പിക്കുകയാണ്. കൂട്ടമായിട്ട് ഫോൺ ചെയ്ത് ഇവരെ പിന്തിരിപ്പിക്കുകയാണ്. പൈസ കൊടുത്തിട്ടല്ല പിന്തിരിപ്പിക്കുന്നത്, പിന്നെയും മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. കമ്പനി തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇരട്ടി പ്രോഫിറ്റ് കിട്ടും. കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വച്ച പൈസ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് 3 ഇരട്ടി പ്രോഫിറ്റ് അല്ലേ വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. 3 ഇരട്ടി പ്രോഫിറ്റ് പോയിട്ട് ഉള്ളതും കൂടി പോവുകയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ കേസ് ഈ മാസം അവസാനത്തോടു കൂടി അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇന്നലത്തെ കേസോടുകൂടി കാണുന്നത്. അപ്പോൾ അടുത്ത സിറ്റിങ്ങോടുകൂടി ഈ കേസുകൾ അവസാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ തന്നെ ഇടം നേടാൻ വേണ്ടിയിട്ട് ഉള്ള വഴികളാണ് നിങ്ങളുടെ FIRകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ബഡ്സിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കലക്ടറെയോ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ EDയെയും അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ അന്വേഷണം നടത്തി നിങ്ങളുടെ നിക്ഷേപം ജെന്യുവിൻ ആണെങ്കിൽ, നിങ്ങളുടെ പരാതി ജെന്യുവിൻ ആണെങ്കിൽ അവർ ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ലേ എങ്ങനെയാണ് ഈ കമ്പനി പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നതെന്ന്? നിങ്ങളൊന്നും വാങ്ങാത്ത, നിങ്ങളൊന്നും ഇതുവരെ കാണാത്ത ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവുമോ സാധനങ്ങൾ? കേരളത്തിൽ എത്ര ആയിരക്കണക്കിന് മാവേലി സ്റ്റോറുകളും കൺസ്യൂമർ സ്റ്റോറുകളുമുണ്ട്. അവിടെയൊക്കെ
സർക്കാർ അങ്ങോട്ട് പൈസ കൊടുത്ത് നഷ്ടത്തിലാണ് അത്തരം സ്ഥാപനങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടേണ്ടത് ഈ മാവേലി സ്റ്റോറുകളിൽ നിന്നും കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റോറുകളിൽ നിന്നുമായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇവരുടെ എത്ര ആൾക്കാരാണ് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും കൂടി ഇവരുടെ ഫ്രാഞ്ചൈസി ഷോപ്പുകൾ എടുത്ത എത്ര ആൾക്കാരാണ് ഈ കമ്പനിക്കെതിരെ 2021 മുതൽ കേസിന് പോയിട്ടുള്ളത്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ കേസുകൾ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഹൈറിച്ചിൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സ് ആണ് ആദ്യമായിട്ട് ഈ കമ്പനിക്കെതിരെ തിരിയുന്നത്. ഇവർക്ക് സ്റ്റോക്കുകൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോക്കുകൾ എത്തിച്ചു കൊടുത്തിരുന്നില്ല. ഇവർക്ക് ആകെ ലഭിച്ചത് ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു ബോർഡ് വെക്കാനുള്ള അനുമതിയും. അതിനാണ് ഇവരെ 3.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്തിരുന്നത്. പിന്നെ ഒരു 5 ലക്ഷം വാങ്ങിയിരുന്നത് സ്റ്റോക്കിനായിരുന്നു. പക്ഷേങ്കിൽ സ്റ്റോക്കൊക്കെ ഈ ഓണേഴ്സ് സ്വന്തം നിലയിൽ ഈ ചെയിൻ വഴി അറേഞ്ച് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള കച്ചവടമോ ലാഭമോ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആഴ്ചക്ക് 10,000 ഇട്ടവന് 100 രൂപ എങ്ങനെയാണ് നൽകുന്നത്? നിങ്ങളുടെ പണം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ചേർത്തവരുടെ പണം തന്നെയാണെന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് എന്തിനാണ് മടിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ഇതാർക്കാണ് അറിയാത്തത്?